അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഗസയിലേക്കാണ്. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ അവിടുത്തെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 38,193 പേരാണ് ഇന്നലെ വരെ മരിച്ചിരിക്കുന്നത്. പക്ഷേ യുദ്ധം കാരണം 1,86,000-ലധികം മനുഷ്യർ മരിച്ചിട്ടുണ്ട് എന്നൊരു കണക്ക് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ ലാൻസെറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അക്കാദമിക് ജേണലുകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഈ കണക്ക് വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. ദാവൂദ് സർ, നമ്മൾ കണ്ടതിലും വ്യാപ്തിയുണ്ട് അവിടുത്തെ സംഭവങ്ങൾക്ക്, മരണങ്ങൾക്ക് എന്നൊക്കെയല്ലേ ഈ ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്? അല്ല, അതിൽ നമ്മൾ പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ദ ലാൻസെറ്റ് എന്ന് പറയുന്നത് 1823 പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ്. ലോകത്തെ ഏറ്റവും ആധികാരികതയുള്ള അക്കാഡമിക് ജേണലായിട്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ അക്കാഡമിക്സിൽ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും അധികം റെഫർ ചെയ്യപ്പെടുന്ന ജേണലുകളൊന്നാണ്. അപ്പോൾ അവരാണ് ഈ രേഷ്മ ഉദ്ധരിച്ച് ഈ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതിലാണ് 38,000 ഗസ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്ക്. അത് അവർ പറയുന്നത് കൊല്ലപ്പെട്ട ആളുകൾ, ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ടവരുടെ കണക്ക് വെച്ചിട്ടാണ് അവർ ആ കണക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കണക്ക്, കൊല്ലപ്പെട്ടവരുടെ കണക്ക് രേഖപ്പെടുത്തുമ്പോഴൊക്കെ ഈ പറയുന്ന പടിഞ്ഞാറൻ മാധ്യമങ്ങൾ എപ്പോഴും ബൈ ഡിഫോൾട്ട് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, അക്കോർഡിംഗ് ടു ഹമാസ് റൺ ഗസ ഹെൽത്ത് മിനിസ്ട്രി എന്നാണ് അവർ എഴുതുക. എന്തിനാണ് അവർ എഴുതുന്നത് വെച്ചാൽ ആ കണക്കിലൊരു അവിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 38,000 ആളുകൾ കൊല്ലപ്പെട്ടു, ഒരു കോമഡിറ്റ് എഴുതും അക്കോർഡിംഗ് ടു ഹമാസ് റൺ ഗസ ഹെൽത്ത് മിനിസ്ട്രി. ആ വാചകം അവരവിടെ എപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവന്മാർ പറയുന്ന കണക്കാണേ, അതുകൊണ്ട് വിശ്വസിക്കേണ്ടതില്ല എന്ന ഒന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ യുദ്ധം തുടങ്ങുന്ന ഒക്ടോബർ 7-നാണല്ലോ. ഒക്ടോബർ 25-ന് ബൈഡൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അന്ന് 6,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അന്ന് ഈ ഗ്രൗണ്ട് ഒഫൻസീവ് തുടങ്ങിയിട്ടില്ല, ഏരിയൽ ബോംബാർഡ്മെൻറ്റേ ഉള്ളൂ. 6,000 ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു. ആ ദിവസം ഒരു ജേർണലിസ്റ്റ് ബൈഡനോട് ചോദിക്കുന്നുണ്ട്, ഈ കാഷ്വാലിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബൈഡൻ പറയുന്നത് അത് അവരുടെ കണക്കാണ്, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. ദ നെക്സ്റ്റ് ഡേ ഹമാസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവിടുത്തെ ഗസ ഹെൽത്ത് മിനിസ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ പറയുന്ന 6,000 മനുഷ്യരുടെയും പേര്, മേൽവിലാസം, ID നമ്പർ വെച്ചാൽ അവരുടെ സിറ്റിസൺസ് ID നമ്പർ ഉണ്ടാവും, ഇത് സഹിതം അവരവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്വാളിറ്റി ഡാറ്റയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസം കൊണ്ട് അവർക്ക് സാധിച്ചു. അവർക്ക് എന്തുകൊണ്ടാണ് സാധിച്ചു വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗസയിലെ ഈ സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തും വിധം ഒരു ഒന്നാം നിര രാജ്യത്തിന് സമാനമായുള്ള സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ള ഒരു സ്ഥലമാണത്. അവിടുത്തെ ക്ലീൻലിനെസ്, അവിടുത്തെ സീവേജ്, ഈ ഏർബൻ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റം പ്രൊഫഷണലായി മാനേജ് ചെയ്യുന്ന ആളുകളാണ്. ഓഫീസുകൾ, ഞാൻ അവിടുത്തെ ഉയർന്ന പല ഉദ്യോഗസ്ഥരായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഓഫീസിലെ ഒരു ദിവസത്തെ ഫയൽ ഓഫീസേഴ്സ് വൈകുന്നേരം അവർ സൈൻ ഔട്ട് ചെയ്ത് പോകുമ്പോൾ അവരുടേതായ ഒരു ഹാർഡ് ഡിസ്കിലും കൂടെ സൂക്ഷിച്ചിട്ടുണ്ടാവും അവർ. കാരണം വെച്ചാൽ പിറ്റേ ദിവസം ഓഫീസ് ഉണ്ടാകുന്നവർക്ക് ഉറപ്പില്ല, ബോംബിട്ട് തകർത്തിരിക്കും. പക്ഷേ ഡാറ്റ നഷ്ടപ്പെടരുത്, ഡീഡുകൾ നഷ്ടപ്പെടരുത്, ഇങ്ങനെയുള്ള ആ നിലക്ക് വളരെ സയൻറ്റിഫിക്കായിട്ട് ഈ സിവിൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് നടത്തുന്നവരാണ് അവർ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ബൈഡൻ ഇങ്ങനെ ഒരു സംശയം ധ്വനിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ദ വെരി നെക്സ്റ്റ് ഡേ അവർക്ക് മുഴുവൻ ആളുകളുടെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഗസ ഹെൽത്ത് മിനിസ്ട്രിയുടെ പ്രസ് റിലീസ് എല്ലാ ദിവസവും വൈകുന്നേരം വരും കേട്ടോ. ഇന്നും എല്ലാ ദിവസവും വരും. ഈ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് വെച്ച് കൊല്ലപ്പെട്ടവർ ഇത്ര, കുട്ടികൾ ഇത്ര, പരിക്കേറ്റവർ ഇത്ര, ജേർണലിസ്റ്റുകൾ ഇത്ര, ഹെൽത്ത് വർക്കേഴ്സ് ഇത്ര, UN ഓഫീസേഴ്സ് ഇത്ര എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അവരുടെ റിലീസ് വരാറുണ്ട്. പക്ഷേ ആ ഒരു ക്വാളിറ്റി ഡാറ്റയുടെ പബ്ലിക്കേഷനിൽ ഇടർച്ചകൾ വരുന്നത് വെച്ചാൽ ഈ 2024 മെയ് ഒക്കെ എത്തുമ്പോഴാണ്. മെയ്യിൽ അവർ UN തന്നെ പുറത്തുവിട്ടൊരു കണക്ക് പറയുന്നുണ്ട്, കൊല്ലപ്പെട്ട ആളുകളിൽ 30% ഐഡൻറ്റിഫയബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. 30% ആളുകൾ ഐഡൻറ്റിഫയബിൾ അല്ല. എന്തുകൊണ്ടാണ് ഐഡൻറ്റിഫയബിൾ അല്ലാത്തത്? അത്രത്തോളം വികൃതമായിരിക്കുകയാണ് അവരുടെ ശരീരം. കെട്ടിടങ്ങൾ ചിഹ്നിച്ച് തരുന്നത് പോലെ തന്നെ അവരുടെ ശരീരങ്ങൾ ചിഹ്നിച്ച് തരുന്നുണ്ട്. അപ്പം അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ബോഡികൾ, അപ്പം ബോഡി കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, പേരുണ്ടാവില്ല. അപ്പോഴും പരമാവധി കൗണ്ട് സൂക്ഷിക്കുവാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ മുഴുവൻ ആളുകളുടെയും അഡ്രസ്സ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി 2024 മെയ് ഒക്കെ ആകുമ്പോഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡാറ്റയുടെ ക്വാളിറ്റി അത് ബാധിക്കുന്നുണ്ട്.
അപ്പോഴും ഈ അത് നമ്മൾ കാണാം അവർ ഇത്രയും ഡാറ്റ പ്രിസർവ് ചെയ്യുന്നു, അതെല്ലാ ദിവസവും പുറത്തേക്ക് വിടുന്നു വെച്ചാൽ എന്തോ ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരു സാധാരണഗതിയിലെ ഹെൽത്ത് ഓഫീസർക്ക് പോലും സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഹമാസ് ഭരണത്തിലുള്ളൊരു ഹെൽത്ത് ഓഫീസറെ ഇസ്രായേൽ എന്താണ് ലെജിറ്റിമേറ്റ് ടാർഗറ്റായിട്ടാണ് കാണുന്നത്. അയാളെ കൊല്ലാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഡോക്ടർമാർ, ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ വരെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും അവർ പരമാവധി സാധ്യമായ ഡാറ്റ സൂക്ഷിക്കുകയും അത് ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലാൻസെറ്റ് പുതിയ കണക്കിൽ കൊണ്ടുവരുന്നതിൻ്റെ വേറൊരു ലോജിക്കാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള ഇന്ന് നിലനിൽക്കുന്ന കോൺഫ്ലിക്റ്റ് സോണുകളിൽ, ഏത് വാർ സോണിലും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ട് അവർ വെച്ചിരിക്കുന്നത് ഒരു ഡിറക്റ്റ് ഡെത്തിന് 15 ഇൻഡയറക്റ്റ് ഡെത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ അതൊരു ലിബറൽ അക്കൗണ്ടാണ്. നമ്മൾ ആ അക്കൗണ്ടിലേക്ക് പോകുന്നില്ല. നമ്മളത് ഒരു കൺസർവേറ്റീവ് അക്കൗണ്ട്, എന്താണ് 1 ഡിറക്റ്റ് ഡെത്ത് 4 ഇൻഡയറക്റ്റ് ഡെത്ത് എന്നൊരു കണക്കെടുത്തിട്ടാണ് അവർ ഈ പറയുന്ന 1,85,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഗസയിലെ ഹെൽത്ത് മിനിസ്ട്രി തന്നിട്ടുള്ള കണക്ക് 38,000 കണക്ക് പ്ലസ് 10,000-ഓളം ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവർ എങ്ങോട്ടോ പോയതല്ല, ഈ കെട്ടിടങ്ങൾക്കടിയിൽ കിടക്കുകയാണ്. അവർ ഒരുപക്ഷെ കെട്ടിടങ്ങൾക്കടിയിൽ മണിക്കൂറുകളോളം ജീവനോടെ നിന്ന് മരിച്ചവരുണ്ടാകാം, അപ്പോൾ തന്നെ മരണപ്പെട്ടവരുണ്ടാകും. അവർ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഈ കെട്ടിടങ്ങൾ നീക്കാനുള്ള സംവിധാനങ്ങൾ പോലുമില്ല. അപ്പോൾ 10,000-ഓളം മനുഷ്യർ അവരുടെ മരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ, അവരുടെ ബോഡി കണ്ടെടുക്കാൻ പറ്റാതായിട്ട് കിടക്കുന്നുണ്ട്. പ്ലസ് ഈ പറയുന്ന 1:4, 1 ഡിറക്റ്റ് ഡെത്ത് 4 ഇൻഡയറക്റ്റ് ഡെത്ത് എന്നുള്ള കണക്ക്, അങ്ങനെയാണ് ഇവർ ഈ പറയുന്ന 1,85,000 എന്ന ഇതിലെത്തുന്നത്. അപ്പോൾ ആ മരണം ഈ മാൽന്യൂട്രീഷൻ കാരണമുള്ള മരണം ഉണ്ടാവും, ഈ ഭക്ഷണം കിട്ടാതെയുള്ള മരണമുണ്ട്, വെള്ളം കിട്ടാതെയുള്ള മരണമുണ്ട്, പലതരത്തിലുള്ള അസുഖങ്ങൾ. ഇത്രയും അധികം ആളുകൾ മരിക്കുകയാണ് ഒരു കുഞ്ഞു ദേശത്ത്. അതുണ്ടാക്കുന്ന മൃതദേഹങ്ങൾ പോലും മര്യാദയ്ക്ക് മറമാടാൻ പറ്റുന്നില്ല. പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല നിലക്കുള്ള ഇൻഡയറക്റ്റ് ഡെത്തുകൾ കൂടി, അങ്ങനെ 1,85,000 എന്ന് പറയുമ്പോൾ 23 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ, 7.9% ഓഫ് പോപ്പുലേഷൻ. ആ ദേശത്തെ 7.9% ജനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഈ 277 ദിവസമാകുമ്പോഴേക്ക്, 267 ദിവസമാകുമ്പോഴേക്ക് എന്നാണ് ലാൻസെറ്റ് പറയുന്നത്. ഹിരോഷിമയിൽ 1,46,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്, നമ്മൾ മനസ്സിലാക്കണം. നാഗസാക്കിയിൽ 80,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഹിരോഷിമയെക്കുറിച്ച് ഈ ലോകം എത്ര ചർച്ച ചെയ്തിട്ടുണ്ട്, നാഗസാക്കിയെക്കുറിച്ചുള്ള. അപ്പോൾ ഇത് നമ്മുടെ കൺമുമ്പിൽ ഒരു ഹിരോഷിമ സംഭവിക്കുകയാണ്, ഒരു നാഗസാക്കി സംഭവിക്കുകയാണ്. പക്ഷേ ലോകം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും നമ്മൾ കാണുന്നു, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗസയിലെ മനുഷ്യർ അവരുടെ കണക്കുകൾ സൂക്ഷിക്കുന്നു. അവർക്ക് സാധ്യമാകും വിധം സംഗതികൾ അവർ ചിട്ടപ്പെടുത്തി വയ്ക്കുന്നു. ചരിത്രത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് നാളെ ഒരു വിദ്യാർത്ഥി ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന കാര്യമെങ്കിലും അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ന്യൂസ് ഏജൻസികളുടെ വിഷ്വലിനേക്കാളും, അല്ലെങ്കിൽ അൽ ജസീറയൊക്കെ നമ്മൾ കാണുന്നതിനേക്കാൾ വിഷ്വൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ റീലുകളിൽ, അപ്പോൾ ഈ ഗസയിലെ തന്നെയുള്ള വ്ളോഗേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാകും, നമ്മൾ അൽ ജസീറയിൽ അല്ലെങ്കിൽ ഈ ന്യൂസ് ഏജൻസികളിലൊക്കെ കാണുന്ന ദൃശ്യങ്ങളെക്കാൾ എത്രമാത്രം ആഴത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവർ നമുക്ക് നേരിട്ട് തരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഈ കെട്ടിടങ്ങളൊക്കെ അങ്ങനെ തകർന്ന് നാമാവശേഷമായി കിടക്കുമ്പോൾ, ഇപ്പോൾ ഈ കണക്കുകൾ പറയുന്നത് നമുക്ക് ശരിയാണ്, അത്ര കൃത്യമാണ് എന്ന് തോന്നുന്ന തരത്തിലല്ലേ അവിടെ സംഭവിക്കുന്നത്? ഉറപ്പായിട്ടും. ഒന്നാമത്തെ കാര്യം, ഈ റീലിനെ കുറിച്ച് പറയുമ്പോഴേ, ഈ ആഗോളതലത്തിൽ ഫലസ്തീൻ അനുകൂലമായി ഉണ്ടായി വരുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും ആളുകളുടെ സംഘാടനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചു, ഇന്നലെയും കൂടി. അതിലൊരു നിർണായകമായ ഫാക്ടറായിട്ടുള്ള ഘടകം ഈ സോഷ്യൽ മീഡിയ റീലുകളാണ്. ദാവൂദ് നേരത്തെ പറഞ്ഞ പോലെ ഫലസ്തീനിലെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അവർ മരിച്ചുവെന്നും ഇസ്രയേലിൽ കൊല്ലപ്പെടുമ്പോൾ അവർ കില്ല് ചെയ്യപ്പെട്ടുവെന്നുമാണ് BBC അടക്കമുള്ള മാധ്യമങ്ങളുടെ സ്റ്റൈൽ, അവർ അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റൈൽ അതാണ്. അപ്പോൾ അങ്ങനെ വെസ്റ്റേൺ മീഡിയ ഈ ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, കൊല്ലുന്നത് മുഴുവൻ ഫലസ്തീനിലെ ഹമാസിൻ്റെ പോരാളികളെയാണ്, സാധാരണക്കാർ വളരെ കുറച്ച് പേർ മാത്രമേ കൊല്ലപ്പെടുന്നുള്ളൂ എന്ന് ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ലോകത്ത് ഫലസ്തീൻ അനുകൂലമായ വികാരമുണ്ടാക്കുന്നതിൽ അതുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ വലിയ തോതിലുള്ള ദൃശ്യങ്ങളുടെ ഒരു ഒഴുക്കാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം കാണേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും 9 മാസം നീണ്ട ഇത്രയും നിഷ്ഠൂരമായ ആക്രമണത്തിന് ശേഷവും ലോകത്തെ ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള സൈന്യമുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. അവരവരുടെ കയ്യിലുള്ള ബോംബ് മുഴുവൻ എടുത്തിടുകയാണ്. ഇപ്പോൾ
ഒരു യുദ്ധത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ പോലും ഉപയോഗിക്കുന്നു. അത് ഇട്ട് കഴിഞ്ഞാൽ ആളുകളുടെ ശരീരം പൊള്ളി ഉരുകി അകത്തിറങ്ങി എല്ലുരുകും. അത്തരം ബോംബുകൾ പോലും ഉരുകി ഒരു നിലയ്ക്കും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത വിധം കുഴപ്പം പിടിച്ച ആളുകളാണ് ആശുപത്രിയിലേക്ക് വരുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർക്ക് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, പരമാവധി സംഗതികൾ തകർക്കുന്നു. എന്നിട്ട് 9 മാസം കൊണ്ട് ഇത്രയും തിക്കിലി പോപ്പുലേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് 40,000 പേർ മരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അല്ല. അതിൽ കൂടുതൽ കാഷ്വാലിറ്റി എന്തായാലും അവിടെ സംഭവിച്ചു കാണും എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 10,000-ഓളം ആളുകൾ മിസ്സിംഗ് ആണ്. അവരും തിരിച്ചു വരുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. ഇത് കെട്ടിടങ്ങൾക്കടിയിൽ പോയ ആളുകളായിരിക്കാം, ചെതറിപ്പോയ മനുഷ്യരുണ്ടാവും. ഈ പലായനം ഡെയിലി എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ കൈവിട്ടു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അതർവൈസ് അത്രയും ആളുകളും കൂടി മരിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പക്ഷേ അതിൽ ഏറ്റവും വലിയ സംഗതി ഈ 9 മാസം നമ്മൾ പിന്നിടുമ്പോഴും ലോകം അതിനെ നിസ്സംഗമായി കണ്ടു നിൽക്കുന്നു എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ആധുനിക ലോകത്ത് 1,00,000-ലധികം ആളുകളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കൊന്നു തള്ളുക, ഒരു വംശഹത്യ നടപ്പിലാക്കുക എന്നത് നമ്മളെങ്ങനെ കണ്ടു നിൽക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തുമാത്രം സിസ്റ്റവും സംവിധാനങ്ങളും ഉണ്ട്, അതെല്ലാം ഉപരോധങ്ങളുടെ സാധ്യതകളുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകളുടെ സാധ്യതയുണ്ട്, അതെല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടി ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഇരുന്ന് ഇസ്രായേലിൽ ഒറ്റപ്പെടുന്നതിനെക്കുറിച്ച്, ഇസ്രായേലിനകത്തുണ്ടാകുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച്, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് അനുഭവിക്കുന്ന പ്രതിരോധാവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഇസ്രായേൽ സ്റ്റിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറ്റാക്ക് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? ആശുപത്രികൾ തകർക്കുകയാണ്. അപ്പോൾ പോട്ടെ, അവിടെ ആക്രമിക്കുന്നത് ഈ ഹമാസിനെയാണ്, ഹമാസിൻ്റെ സപ്പോർട്ടേഴ്സിനെയാണെന്ന് പറഞ്ഞാലും ഒരു യുദ്ധത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സംഗതി ആശുപത്രി ആക്രമിക്കാൻ പാടില്ല, സ്ത്രീകളും കുട്ടികളുള്ള സ്ഥലങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്നത് ഇവിടെ വ്യവസ്ഥ ചെയ്യപ്പെട്ട കാര്യമാണ്. അതവർ നഗ്നമായി ലംഘിക്കുകയാണ് ഒരു രാജ്യം. വേറെ ഏതെങ്കിലും ഒരു രാജ്യമാണെങ്കിൽ, ഇപ്പം നോക്കൂ, 10 ലക്ഷം പേരെയാണ് ഇറാഖിൽ കൊന്നുകളഞ്ഞത്. എന്തായിരുന്നു കാരണമെന്ന് ചോദിച്ചാൽ ഒരു റീസണും ഇല്ല. ഞങ്ങൾക്ക് തെറ്റായ ഇൻപുട്സ് എന്ന് മാത്രം പറഞ്ഞ് അമേരിക്ക കൈയിടാൻ പറ്റി. അഫ്ഗാനിസ്ഥാനിൽ 2 ലക്ഷത്തിലധികം ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നീതി നടപ്പിലാക്കാൻ ഇറങ്ങിയ, അവിടുത്തേക്ക് ഭരണകൂടങ്ങളെ മറിച്ചിടാൻ ഇറങ്ങിയ ഒരു സിസ്റ്റം, ലോകത്തെ ഒരു സിസ്റ്റം, അതിന് ലോകം മുഴുവൻ പിന്തുണച്ചല്ലോ. ഇറാഖിലെ ഓപ്പറേഷനെയും അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷനെയും എല്ലാം ലോകം ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഓപ്പറേഷനിലേക്ക് പിന്തുണച്ചു. അതേ ലോകം ഇതാ ഈ ഭീകരത എന്ന് പറയുന്നതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ എന്താ പറയുന്നത് വൈരുദ്ധ്യാവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ്, ലോകത്ത് വലിയ ഡെവലപ്മെൻറ്റ്സ് ഫലസ്തീൻ അനുകൂലമായി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇന്നലെ പുറത്തു വന്ന 3 മൃതദേഹങ്ങൾ പുറകിൽ ഇങ്ങനെ കൈവച്ച് ബന്ധിച്ച ശേഷം പുറകിൽ നിന്ന് വെടിവെച്ച് കൊന്ന് വീഴ്ത്തിയിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് അവരെ മറവിയൊന്നും പോലില്ല. ആശുപത്രിയുടെ അടുത്തുനിന്ന് കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തുകയാണ്. ആളുകളെ നിരത്ത് നിർത്തി വെടിവെച്ച് കൊന്ന് മൂടി പോവുകയോ മൂടാതെ പോവുകയോ ചെയ്യുന്നു. ആശുപത്രിക്കകത്ത് പ്രോപ്പർ മരുന്ന് കിട്ടാതെ മനുഷ്യർ മരിക്കുന്നു. ഭക്ഷണം കിട്ടുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം മോശം ക്വാളിറ്റി വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗസയിലാണ്. അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല. കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് ഇവരുടെ എയ്ഡ് മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇസ്രായേലാണ് മൊത്തം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മൊത്തം 10 ട്രക്ക് ഉണ്ടെങ്കിൽ ഒരു ട്രക്കിൻ്റെ പാതി മാത്രം കടത്തി വിടുന്ന തരത്തിൽ ഇസ്രായേൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആധുനികതയെക്കുറിച്ച് പറഞ്ഞാലും, എന്തൊക്കെ പുതിയ മാനവികതയെക്കുറിച്ചും ലോകത്തുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ച് പറഞ്ഞാലും 1.5 ലക്ഷത്തോളം മനുഷ്യരെ നിർദ്ദയം കൊന്നു തള്ളിയ, ഇപ്പോഴും കൊന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും അത് തടയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാനവരാശിയുടെ വലിയ പരാജയമാണ്. യെസ്, ഏറ്റവും ദയനീയമായ സ്ഥിതിയാണ്. ഈ കണക്കുകളേറെ ചിന്തിപ്പിക്കുന്നതാണ്.